ഇതിപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണ്. അങ്ങനെ ഞാനൊരു 3 വർഷം വരെ അങ്ങനെ പോയി. അതിനുശേഷം 3ാമത്തെ വർഷം എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഒരു ഓവൻ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. 60 ലിറ്ററിൻ്റെ വണ്ടർ ഷെഫിൻ്റെ ഒരു ഓവനാണ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പിന്നെ ബേക്കിംഗ് എല്ലാം അതിലായി. അത്യാവശ്യം തിരക്കുള്ള സമയത്ത് അതിലാണ്, ചെറിയ ചെറിയ വർക്കാണെങ്കിൽ സ്റ്റൗ ടോപ്പിൽ തന്നെ ചെയ്യാറുണ്ട്. പിന്നെ 4ാമത്തെ വർഷമായപ്പോൾ എനിക്ക് ഒരു സ്റ്റാൻഡ് മിക്സറും ഒരു ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജും വാങ്ങാൻ കഴിഞ്ഞു. ഇതിപ്പോൾ 5ാമത്തെ വർഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ഞാനിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആദ്യം കേക്ക് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഓരോ കേക്കിൻ്റെ ഓർഡർ വരുമ്പോഴും ഭയങ്കര ടെൻഷനാണ്. പിന്നെ ചെയ്തിട്ടില്ലാത്ത ഫ്ലേവർ വരുമ്പോഴോ ഇല്ലെന്നുണ്ടെങ്കിൽ വലിയ കേക്കിൻ്റെ വർക്കൊക്കെ വരുമ്പോൾ നല്ല ടെൻഷനാണ്. അത് നമ്മൾ ചെയ്ത് തന്നെ അത് പ്രാക്ടീസ് ആവണം. ചെയ്ത് തന്നെ ആ ഒരു പേടി നമുക്ക് മാറിക്കിട്ടണം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാകുമ്പോൾ നമുക്കത് പ്രൗഡായിട്ട് തന്നെ നിൽക്കും. പിന്നെ ആരെങ്കിലും ഇതുപോലെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും തുടങ്ങണം. പിന്നെ ആദ്യം തന്നെ ഇതിലോട്ട് വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മുടെ കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് ബിസിനസ് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക.